അരുവിത്തറ കോളേജിൽ ക്ലൈമറ്റ് കഫേ പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ റോക്സി മാത്യു കോൾ ഉദ്ഘാടനം ചെയ്തു. എൽ നിനോ പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ ചൂടിന് 2026 സാക്ഷ്യം വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സഹസ്രാബ്ദങ്ങളോളം ഭൗമാന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്ന കാർബൺ വ്യാപനത്തെ തടയാൻ സംഘടിതവും ആസൂത്രിതവുമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരീക്ഷത്തിൽ വളരെ നാളുകൾ അത് ഇറ്റ് സ്റ്റേസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോർ എ ലോങ് ടൈം. കാരണം കാർബൺ ഡയോക്സൈഡിന്റെ ലൈഫ് സ്പാൻ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ മിക്സ് ചെയ്ത് പോകുന്ന ടൈം വളരെ ലോങ് ആണ്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വിൽ സ്റ്റേ ഫോർ ഹൺഡ്രഡ്സ് ടു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ദാറ്റ് ഈസ് എ key message on what has happened in the past and what is going to happen in the future. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫാനും ലൈറ്റും നമ്മുടെ ഫോണും എയർ കണ്ടീഷനും കാറുകളും എല്ലാം നിർത്തിയെന്ന് വിചാരിച്ചോ, എന്നാലും ഇതുവരെ പുറന്തള്ളിയ കാർബൺ ഡയോക്സൈഡ് എല്ലാം സ്റ്റിൽ വിൽ റിമെയിൻ ഫോർ ദ നെക്സ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. അരുവിത്തറ സെന്റ് ജോർജ് കോളേജ് NSS യൂണിറ്റും മീനച്ചിൽ റിവർ ആൻഡ് റെയിൻ മോണിറ്ററിംഗ് നെറ്റ്വർക്കും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും സഹകരിച്ച് നടപ്പാക്കുന്ന മഴ നിരീക്ഷണ സംവിധാനത്തിന്റെ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ ജെയിംസ് കുന്നേൽ നിർവഹിച്ചു. മുനിസിപ്പാലിറ്റിയുടെ 28 കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന മഴവാഹിനികളിൽ രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിശകലനം ചെയ്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. പദ്ധതിയുടെ പ്രവർത്തന രൂപരേഖ പരിസ്ഥിതി പ്രവർത്തകൻ എബി പുണ്ണിക്കുളം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രൊഫസർ ഫാദർ ബിജു കോമയ്ക്കാട്ട്, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഡെന്നി തോമസ്, ഡോക്ടർ അഞ്ജു തോമസ് എന്നിവർ സംസാരിച്ചു.